ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ വളർത്തുന്ന നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ നമ്മളെ അയച്ചിട്ട് വളർത്തുന്നവരായിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുട്ടയിടുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നമ്മളെ കൂട്ടിലൊന്നും മുട്ടയിടാതെ വേറെ പറമ്പുകളിലോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ പോയി മുട്ടയിടുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മുട്ടയൊന്നും കിട്ടാത്ത ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ നമുക്ക് അവരെ അറിയാൻ പറ്റും. അപ്പോൾ മുട്ടയും കിട്ടുന്നില്ല എന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ കൂടുകളിൽ തന്നെ മുട്ടയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുകയോ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു സുഖമായിരുന്നു എന്നുള്ളത്. പക്ഷേ മുട്ടയൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇടുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലയിട്ടിട്ട് കൂടിൻ്റെ ചുറ്റും വലയിട്ടിട്ട് വലൻ്റെ ഉള്ളിലാക്കും. ചേരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ അയച്ചു വിടുകയാണെങ്കിൽ അവർ മുട്ടയിടാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂട്ടിൽ കയറിയിടുകയും അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ വല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലയൊന്നുമില്ല. അപ്പോൾ നമ്മൾ വലൻ്റെ ഉള്ളിൽ തന്നെ ഇടുമ്പോൾ അവർക്കുള്ള തീറ്റയൊക്കെ കൂടി നമ്മളെന്നും ഡെയിലി അവർക്കുള്ള തീറ്റയും കൂടി നമ്മൾ കാണണം. അപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ തീറ്റ, ഇതാകുമ്പോൾ എന്താ പറയുക, നാടൻ കോഴികളായതുകൊണ്ട് തന്നെ അവർ പുറത്ത് പോയി അവർക്ക് വേണ്ട തീറ്റയൊക്കെ അവർ ചിക്കിപ്പനിക്ക് തിന്ന് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും തീറ്റയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അവരെന്നെ വയറ് നിറച്ചോളും. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തതെന്താ വെച്ചാൽ നമ്മൾ ഇതാക്കുന്ന ഈ ഒരു കൂട് ഇപ്പോൾ വേറെ മാറ്റിയതാട്ടോ. കുറച്ചും കൂടി ഹൈറ്റിൽ വെച്ചായിരുന്നു ഈ കോഴിക്കാഷ്ടത്തിൻ്റെ ഒരു ഇത് കൊണ്ട്. അപ്പോൾ നമ്മൾ കൂട് കുറച്ച് ഹൈറ്റിലാട്ടപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൂടിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് പ്ലാസ്റ്റിക് വിരിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് വെയിലും മഴയൊന്നും കൊള്ളാത്ത രീതിക്ക് കുറച്ച് ഹൈറ്റിൽ കുറച്ച് പ്ലാസ്റ്റിക് അതേപോലെ ഇങ്ങനെ ചെയ്തതാട്ടോ. ഒരു ചരിച്ചിങ്ങനെ കെട്ടിയാണ്. പിന്നെ ഞാനവിടെ കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് ഇങ്ങനെ അതേപോലെ ഒരു ഇരുട്ട് രൂപത്തിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ കോഴികൾക്കൊക്കെ വന്ന് മുട്ടയിടാനൊക്കെ. അപ്പോൾ ഇവർ മുട്ടയിടുന്ന ഒരു വാസസ്ഥലം ഒരു ഇരുണ്ട് പോലെ ആയിരിക്കും. എന്താ വെച്ചാൽ അവർക്ക് ഒരു ഇരുട്ടുള്ള ഒരു ഭാഗമായിരിക്കും അവർ മുട്ടയിടാൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൂടൊക്കെ ഫുള്ള് നെറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂട്ടിൽ കയറി മുട്ടയിടില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് മറിച്ച് അങ്ങനെയൊക്കെ ആകുകയാണെങ്കിൽ മുട്ടയിടാനുള്ള ഒരു ഇത് അവർക്ക് കിട്ടും. അപ്പോൾ നമ്മളെ ഒരു കൂടാട്ടോ, ചെറിയ കൂട്ടിലാട്ടോ മുട്ടയിടിക്കും. പിന്നെ നമ്മൾ ഇതാക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഒരു ഇതേപോലെ ടയറിൻ്റെ ഒരു ഇതാട്ടോ, ഒരു ചെട്ടി ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ഇത് വെച്ച് പിന്നെ കുറച്ച് ചെറിയ ചെറിയ കാർഡ്ബോർഡിൻ്റെ പെട്ടിയൊക്കെ ഇതേപോലെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പെട്ടിയൊക്കെ നമ്മുടെ മേശനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്നിട്ട് നമ്മളെ കൂടിൻ്റെ ആ മോൾ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കണം. ഇത് നമ്മളെ അലമാരീൻ്റെ മുകളിലാട്ടോ നമ്മളൊരു കോഴി മുട്ടയിടുന്നത്. പിന്നെ ആ കോഴി പൊരുത്തിയിട്ടുണ്ട്. ഇനി അവൾക്ക് അട വെച്ച് കൊടുക്കണം. നമുക്ക് നാടൻ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മുട്ടയൊക്കെ ഡെയിലി 5 എണ്ണമൊക്കെ കിട്ടുകയാണെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഡെയിലി ഒരു 50 രൂപ കിട്ടുക എന്നുള്ളത് ചില്ലറ ഇതല്ല. അപ്പോൾ നമ്മളെ ചെറിയ തോതിൽ നമുക്ക് കുറച്ച് 10 ഒരു നാടൻ കോഴികളുണ്ടെങ്കിൽ നാടൻ കോഴികളുണ്ടെങ്കിൽ നമുക്കൊരു ഡെയിലി ഒരു 5 കോഴിമുട്ട കിട്ടിയാലും നമുക്ക് മതി. അപ്പോൾ നമ്മളെ ചെറിയൊരു വരുമാനത്തിൽ കൂടെ നമുക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ കോഴിമുട്ടയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വിരിയിപ്പിച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ വീടുകളിലാട്ടോ നമ്മൾ അധികം കോഴിമുട്ടയൊക്കെ കൊടുക്കാൻ നല്ലത്. അതാകുമ്പോൾ കറക്റ്റ് 10 രൂപ 15 രൂപയൊക്കെ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു 5 മുട്ട കിട്ടുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ 2 മുട്ടയൊക്കെ കിട്ടുമ്പോൾ ബാക്കി നമുക്ക് ടെൻഷൻ ആയിരിക്കും, അവിടെ പോയി ഇട്ട് എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ആയിരിക്കും. അപ്പം കോഴി ഞാൻ പറഞ്ഞ പോലെ പറമ്പുകളിലൂടെ അല്ലെങ്കിൽ വേറെ വീടുകളിലൊക്കെ പോയി മുട്ടയിടുകയാണെങ്കിൽ നമ്മൾ കൂടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അവർ മുട്ടയിട്ടോളും. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ചിലപ്പോൾ പിടിച്ചിട്ടാൽ പിന്നെ അവർ തന്നെ കയറി ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഇവർ കോഴിമുട്ട ഇടാത്തതുകൊണ്ട് തന്നെ ഞാൻ വലൻ്റെ ഉള്ളിലൊക്കെ അതിനോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് തീറ്റയും നമ്മൾ കൊടുക്കണം, വലൻ്റെ ഉള്ളിൽ ഇട്ടാൽ മാത്രം പോരല്ലോ. അങ്ങനെയാണ് പിന്നെ എനിക്ക് ഈ ഒരു ഐഡിയ തോന്നി കേട്ടോ, നമുക്ക് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ അതിൻ്റെ മേലെ കയറി മുട്ടയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ചില കോഴികളാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്താണെങ്കിൽ വന്ന് അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് മുട്ടയിട്ട് അവരങ്ങ് എണീച്ച് പോയിക്കോളും. പിന്നെ ചില കോഴികളൊന്നും ഇവിടെ മുട്ട ഇടുന്നതന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് മുട്ട കിട്ടും കേട്ടോ, കോഴിമുട്ട കിട്ടും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ വലിയ ടെൻഷനില്ല, നമുക്ക് കോഴിമുട്ട കിട്ടും. പിന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ ഏത് കോഴി മുട്ട ഇടുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി
ശ്രദ്ധിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ എങ്ങനെയാണ് ചെയ്യൽ, നമ്മളെ കോഴികൾ നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഞാൻ അതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ കാർഡ്ബോർഡിൻ്റെ പെട്ടിയൊക്കെ കിട്ടിയാൽ മതി, അതിൽ കയറിയിരുന്ന് മുട്ടിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം മുട്ടയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.